വീട്ടുകാര് ശത്രു, ഭാര്യ ശത്രു, ഭർത്താവ് ശത്രു, ആകെ ബന്ധുവായിട്ടുള്ളത് സ്വന്തം മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലാണ്. ഇന്നിപ്പോ ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇതുമാതിരിയുള്ള പഴയ കൂട്ടായ്മകളും സജീവമായിട്ട് വരുന്നത്. അതിനും മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. ഇന്നിപ്പോ ഏതൊരു തൊഴിലിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ആ തൊഴിലിൽ നിന്ന് ആർക്കും സംതൃപ്തിയില്ല. ഈ സദസ്സിൽ ആരെങ്കിലും എൻ്റെ തൊഴിലിൽ 100% സംതൃപ്തനാണ്, അടുത്ത ജന്മത്തിലും ഈ തൊഴിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചാന്നായിരുന്നു ഉണ്ടോ? എന്നാൽ ഈ നാടിന്റെ ഗുണമാണ് കേട്ടോ ഇത്. എന്നാലും ഇപ്പൊ എത്ര അധികം ആളിൽ 2 ആളെ കൈവന്നിച്ചെന്ന് മനസ്സിലാക്കും. അപ്പോ ഇത് ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള സാങ്കേതികമായിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതായത് ഉത്പാദന പ്രക്രിയ കൂട്ടാൻ വേണ്ടിയിട്ട് തൊഴിൽ വിഭജനം വന്നതോടുകൂടി കർമ്മത്തിൽ നിന്നുള്ള ആനന്ദം മാനവരാശി നഷ്ടപ്പെട്ടു. എടശ്ശേരിയൊക്കെ പണ്ട് കവിത എഴുതിയിട്ട് ഈ കരുവാന്റെ മാതിരി ഈ മടവാള് നന്നായില്ലേ എന്ന് കരുവാത്തിയോട് ചോദിക്കുന്ന മാതിരിയാണ് എടശ്ശേരി ഒരു കവിത എഴുതി. അപ്പോ മടവാൾ ഉണ്ടാക്കുന്നതും സന്തോഷകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഒരു മടവാൾ ഉണ്ടാക്കുന്ന സമയത്തല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് മടവാൾ ഉണ്ടാക്കുന്ന ഒരു കരുവാനും ഭൂലോകത്തില്ല. ഇതാണ് ഡിവിഷൻ ലേബർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം. ഇന്നൊരാൾ പിടിയുണ്ടാക്കും, ഒരാൾ ആണി ഉണ്ടാക്കും, ഒരാൾ അലകുണ്ടാക്കും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? ഉത്പാദനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ നിന്നുള്ള ആനന്ദം മാനവരാശിക്ക് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോ തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിംസ എന്നുള്ളതിന്റെ മറ്റൊരു പരിഹാരം. ഏത് തൊഴിലെടുക്കുക വെച്ചാൽ ആരെങ്കിലും ഹിംസിക്കാതെ ഒരു തൊഴിലും ചെയ്യാൻ പറ്റും. അതാണ് ഫൈനാൻസ് ക്യാപിറ്റലിസത്തിന്റെ സ്വഭാവം. അപ്പൊ ഇങ്ങനെ ഹിംസ ജീവിത രീതിയാക്കുമ്പോൾ മനുഷ്യത്വമുള്ളവർക്ക് ആ പഴയത് നല്ല കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ഒരു ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ള തൃഷ്ണയുടെ ഒരു പ്രകാശനം കൂടിയാണ് ഈ പഴയ കൂട്ടായ്മകൾ. അത് സാഹിത്യോത്സവത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ കൂടുതൽ പ്രസക്തമായി വരികയും ചെയ്യും. അപ്പോൾ ഈ സാഹിത്യോത്സവത്തിന് എന്താണ് സംസാരിക്കേണ്ടത് എന്നത് എനിക്ക് വലിയൊരു വിഷയമാണ്. സാധാരണ ഈ സാഹിത്യോത്സവങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും. പഴയ പ്രാചീന സാഹിത്യത്തെ പറ്റി, സമകാലിക സാഹിത്യത്തെ പറ്റിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ വിമർശനാത്മകമായി ഇങ്ങനെയുള്ള സെഷനുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നുമില്ല. അപ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോഴിക്കോട് നിന്നൊക്കെ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാലുണ്ടല്ലോ വലിയ ചെലവുള്ള കാര്യം. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൺസ്യൂമർ ആക്ട് പ്രകാരം നിങ്ങൾക്ക് എന്നോട് കേസ് വരെ എടുക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അപ്പൊ അതിങ്ങനെ കുറച്ചൊരു വേവലാതി എനിക്കുണ്ടായി. എന്ത് വിഷയത്തെ പറ്റി സംസാരിക്കാം? എന്നാ സാഹിത്യത്തെ പറ്റി സംസാരിച്ചാലോ, ഭാഷയെ പറ്റി സംസാരിച്ചാലോ, ഭാഷയുടെ സാമാന്യവൽകൃതമായിട്ടുള്ള സ്വഭാവം അത് പലപ്പോഴും പിന്നെ അനന്യതയെ നഷ്ടപ്പെടി. സാമാന്യവൽക്കരണം കൊണ്ട് ഭാഷയ്ക്ക് അനന്യതയെ അഡ്രസ് ചെയ്യാനുള്ള കഴിവ് പലപ്പോഴും ഇല്ലാതെയാവുന്നത്. എന്നാൽ സാഹിത്യത്തിൻ്റെ ഭാഷയുടെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സാഹിത്യം ആ അനന്യതയെ തിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ സാഹിത്യത്തെ സംബന്ധിക്കുന്ന സൗന്ദര്യശാസ്ത്രപരവും പ്രത്യയശാസ്ത്രപരവും താത്വികവുമായ കാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന് ആലോചിച്ചു. പൊതുകാര്യങ്ങളെ, സാഹിത്യത്തിൻ്റെ പ്രയോജനത്തെ പറ്റി. സാഹിത്യം അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് അപരനുണ്ടാവുമ്പോഴേ ഭാഷ ഉണ്ടാവുള്ളൂ. അപരനില്ലെങ്കിൽ ഭാഷയില്ല. അപ്പോ ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോൺട്രാക്റ്റാണ്. അതിൽ അപരനും കൂടി ഉൾക്കൊള്ളുന്നതുകൊണ്ട് അതൊരു നീതിയും ഭാഷയ്ക്കകത്തുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഭാഷയുടെ താത്വികമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ, അയ്യോ ഇത് വേറെ എവിടെ വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം, ഇവിടെ വെച്ച് സംസാരിക്കാം. കാരണം എന്താ വെച്ചോ, കരുവാന്റെ ആലയിൽ സൂചി വിൽക്കാൻ നടക്കുന്ന മാതിരിയും ഈ വിഷയത്തെ പറ്റി ഏറ്റവും പ്രഗത്ഭമായി ഇന്ന് കേരളത്തിൽ സംസാരിക്കാൻ ശേഷിയുള്ള നിങ്ങളുടെ പുത്രൻ സുനിലിന്റെ മുന്നിൽ ഈ വക വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ യാതൊരു അർത്ഥമില്ല. പിന്നെ എനിക്ക് മാത്രം തിരക്കാൻ പറ്റുന്ന എന്തൊരു കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നെ എഴുത്തുകാരൻ, എനിക്ക് മാത്രം അനന്യമായി നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ എഴുത്തിനെ പറ്റി. എഴുത്ത് സമം എഴുത്തുകാരനാണ്. അതുകൊണ്ട് എൻ്റെ എഴുത്ത്, ആ എഴുത്തിന്റെ പിറകിലുള്ള എഴുത്തുകാരൻ എങ്ങനെ നിർണയിക്കപ്പെട്ടു എന്നതിനെ പറ്റി സംസാരിക്കാം. ഇതൊരു സ്വന്തം കാര്യം പറച്ചിലല്ല. ഒരു എഴുത്തുകാരൻ്റെ എഴുത്ത് അയാളുടെ വ്യക്തിത്വത്തിന്റെയും അയാൾ ജീവിച്ച കാലത്തിന്റെയും എല്ലാം ഉൽപ്പന്നമാണ്.
അപ്പൊ അത് അയാളുടെ സ്വന്തമല്ല, അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എഴുത്തുകാർ സാധാരണ എനിക്ക് തോന്നുന്നത് കാലത്താൽ വിധിക്കപ്പെടുന്നവർ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എല്ലാവരും, എല്ലാ എഴുത്തുകാരും നോക്കുകയാണെങ്കിലും പ്രത്യേകമായൊരു കാലത്താലും ദേശത്താലും വിധിക്കപ്പെട്ടവൻ. പക്ഷെ ഈ എഴുത്തുകാരൻ തന്നെ വേറൊരു പരിപാടി ചെയ്യും, കാലത്തെ അങ്ങട് വിധിക്കും. കാലത്താൽ വിധിക്കപ്പെടുന്ന എഴുത്തുകാരൻ കാലത്തെ അങ്ങട് വിധിക്കും. കാലത്തെ അങ്ങട് വിധിക്കുക വെച്ചാൽ കാലത്തെ മാറ്റി തീർക്കുക എന്നാണ്. അപ്പൊ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തെ പകർത്തുന്ന ഒരു പരിപാടിയല്ല, പ്രവർത്തനം. കാലത്തെ സൃഷ്ടിക്കുന്ന, അതാണ് സർഗാത്മകത. കാലത്തെയും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തെയും സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ് സാഹിത്യത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ എടുത്തു, ഇവരൊന്നും സമൂഹത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കയറി വന്നവരല്ല. കാരണം അവരെ അത് എഴുതുന്ന പോലെ വരെ അവർ ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ നിന്നാണ്. സമൂഹത്തിന്റെ അബോധമായിട്ടുള്ള മോഹങ്ങളും അഭിനിവേശങ്ങളുമാണ് അവരെ സൃഷ്ടിച്ചത്. ഇന്ദുലേഖ എഴുതുന്നവരെ കാരണവരുടെ മുമ്പിൽ കാലും കയറ്റിയിരുന്ന് കാമുകനെ ശപ്പാന്ന് വിളിക്കുന്നു ഒരു ഇന്ദുലേഖന്മാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ദുലേഖം എഴുതിപ്പെട്ടപ്പോഴാണ് ഇന്ദുലേഖന്മാരും ഉണ്ടാവല് തുടങ്ങിയത്. അപ്പോ നമ്മൾ കാലത്തിന് ഇങ്ങോട്ട് വേണ്ടിയല്ല, കാലത്തിന്റെ സമൂഹത്തിന്റെ അബോധ മനസ്സിന് ആവശ്യമുള്ളതിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിയേറ്റീവാണ് വർക്ക് എന്ന് പറയുന്നത്. സർഗാത്മകത ഈശ്വരന്റെ മാതിരിയാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യം ബ്രഹ്മാനന്ദ സഹോദരം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദാണ് ഏറ്റവും വലുത്, അതിന്റെ സഹോദരനാണ്. അടുത്തുള്ളതൊന്നുമല്ല, തൊട്ടടുത്തുള്ള സാധനം. പിന്നെ ദൈവവും ക്രിയേറ്റീവ് ആണല്ലോ, ആ ക്രിയേഷന്റെ അടുത്ത് നിൽക്കുന്ന സാധനമാണ് ഇത്. അപ്പോ മാർത്താണ്ഡവർമ്മ, സിവിയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രാജാവില്ല. ഉണ്ടോ? മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ രാജാവ് ശരിക്ക് സിവിയുടെ കഥാപാത്രത്തിന്റെ രാജാവ് ജീവിച്ചിരുന്നിട്ടില്ല. പാച്ചുമൂത്തത്തിന്റെ പിന്നെ തിരുവിതാംകൂർ ചരിത്രമൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് രാജാവ് മാർത്താണ്ഡവർമ്മയുടെ സ്വഭാവം അറിയും. എല്ലാ രാജാക്കന്മാരും വലിയ സകല പെശകുള്ള പാർട്ടിയായിരുന്നു. എട്ടുവിട്ടിട്ടുള്ളമാരെ ആൾക്കാരെയൊക്കെ പിടിച്ച് മുക്കുവർക്ക് പിടിച്ചു മഹാദ്രോഹമൊക്കെ ചെയ്തിട്ടില്ല. പക്ഷേ CV സൃഷ്ടിച്ച മാർത്താണ്ഡവർമ്മ, കഥാപാത്രമായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ഒരു ഫിലോസഫർ കിങ് ആയിരുന്നു. അതെയാണ് പറയുന്നത്, ഒരു വിളക്കിന്റെ നിഴല് അടുത്തുള്ളവർക്ക് കാണാൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ, എന്നാൽ ചന്ദ്രനിലെ കളങ്കം എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു രാജാവ് ഒരിക്കലും ഹിംസ ഉപയോഗിക്കരുത് പറഞ്ഞ പ്ലേറ്റോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഫിലോസഫർ കിങ് ആണ്. എന്തുകൊണ്ടാണ് CV രാജാവിനെ ഉണ്ടാക്കിയത്? ഇംഗ്ലീഷുകാരെ മുഖത്തോക്കി പറയണം, നിങ്ങളെ ഭരണമായിട്ട് അങ്ങ് പോയാൻ വേണ്ടി ഇതിലും ഉന്നതവും ഉദാത്തവുമായ ഒരു ഭരണസങ്കല്പം ഞങ്ങളിലുണ്ട് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു മാർത്താണ്ഡവർമ്മ. രണ്ടിടങ്ങളിലെ കോരനും ചാത്തനൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ കോരനെയും ചാത്തനെയും സൃഷ്ടിക്കാൻ വേണ്ടി സമൂഹ മനസ്സ് ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ തകഴിയിൽ കൂടെ അവരുണ്ടായി. അങ്ങനെ കോരന്മാരും ചാത്തന്മാരും ഒക്കെ വരുന്നു. കേശവദേവ് ഓടയിൽ നിന്ന് അങ്ങനെ പപ്പു പോലെയുള്ള ഒരു വൃക്ഷക്കാരൻ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ കാലത്തെ വിധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കാലത്താൽ വിധിക്കപ്പെടുന്നവൻ കാലത്തെ വിധിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യം പ്രവർത്തനമാണ് ശരിക്കും. ഇന്ന് ഈ ഭൂലോകത്ത് സാഹിത്യത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടി വരികയാണ്. കാരണം വിഭിചിപ്തമാകുന്ന ഒരു സമയത്ത് മനുഷ്യ ഹൃദയങ്ങളെ ചേർത്ത് നിൽക്കാനും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായ തത്വമായിട്ടുള്ള കൺസേൺ ഫോർ ദി അതർ, ഈ കൺസേൺ ഫോർ ദി അതർ വെറുതെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കൺസേൺ ഫോർ ദി അതർ ഉണ്ടാവണമെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു തന്മയീഭാവം വേണം. നീ നിന്റെ ഭാഗമാണെന്ന് തോന്നണം. വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല. അതേ സമയത്ത് നിന്നെ ഞാനാക്കി മാറ്റിക്കൊണ്ടല്ല, നിന്നെ നീ തന്നെ ആക്കി നിർത്തിക്കൊണ്ട് ഞാനും നീയും തമ്മിലുള്ള ഒരു ഏകത്വം തോന്നാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതാണ് അലവി. പിന്നെ ഞാനൊരു ആര്യനാണ്, കുടുമയും ഒക്കെ ഉള്ള ഒരു ആര്യനാണെങ്കിൽ തന്നെ നീ മുസ്ലിമായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാം പുലർത്തിക്കൊണ്ട് നിന്റെ അനന്യതയോടുകൂടി ഞാൻ നിന്നെ ഒന്നായിട്ട് കാണുന്നു എന്നാണ് പറയുന്ന ആ ഒരു സാധനമുണ്ട്. ഇതാണ് സാഹിത്യം സൃഷ്ടിക്കുന്ന സാധനം. ഈ സാഹിത്യം സൃഷ്ടിക്കാൻ
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളോടുള്ളൊരു പ്രോമിസ് ഉണ്ട്, ഞാൻ എൻ്റെ എഴുത്തുകാരനാക്കിയതും അതെങ്ങനെയാണ് കാരണം ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇത് സാഗാ റൈറ്റേഴ്സ് ഫോറം, എഴുതുവാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ, എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇന്ന് സാഹിത്യത്തിനെതിരായിട്ട് നിൽക്കുന്ന വലിയ ശക്തി ഈ അധികാര ശക്തികളുണ്ടല്ലോ, സാഹിത്യത്തെ നേരിട്ട് തടയൊക്കെ ചെയ്യുന്ന ശക്തികളുണ്ട്. അതൊക്കെ പുറമേ എന്നാ, പക്ഷെ ഉള്ളിന്ന് ഉപദ്രവിക്കുന്നത് ലിറ്ററേച്ചർ കോർപ്പറേറ്റിസമാണ്, മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനം. ഈ ഫൈനാൻസ് ക്യാപിറ്റലിസമാണ് സാഹിത്യത്തെ ഉള്ളിന്ന് തകർക്കുന്നത്. കാരണം അവനവന്റെ ബോധ്യം, അവനവൻ അടങ്ങുന്ന സമൂഹത്തിന്റെ ബോധ്യമൊക്കെ ആവിഷ്കരിക്കുന്നതിന് പകരം മാർക്കറ്റിനനുസരിച്ച് എഴുതുക എന്നുള്ളൊരു സാധനമുണ്ട്. ഇവിടെ കാലത്തിന്റെ സ്വപ്നങ്ങൾ പുറത്തേക്ക് വരില്ല, കാലത്തെ വിധിക്കാൻ പറ്റില്ല, സ്വന്തം ആത്മാവിഷ്കാരം സാധ്യമാവുകയില്ല, മറ്റ് ചില സാഹിത്യബാഹ്യമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതാനുള്ള ഒരു അന്തരീക്ഷമാണ്. എച്ച് എസ് ശിവപ്രകാശ് എന്ന് പറയുന്ന കന്നഡയിലെ വലിയ കവിയും ചിന്തകൻ അദ്ദേഹം പറഞ്ഞ് ഇന്നത്തെ ലിറ്ററേച്ചർ കോർപ്പറേറ്റിസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വിൽപ്പന കൂടുതലുള്ള സാധനങ്ങൾക്ക് വലിയ ഇത് കിട്ടുകയും അതാണ് സാഹിത്യം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന്, കാലം ഉൽപ്പാദിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് എഴുത്തുണ്ടായതെന്ന് കുറച്ചും കൂടി പഴയ ആൾക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഉള്ള ചില അനുഭവങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പാഠമൊന്നും ആർക്കും പഠിക്കാനില്ല. പക്ഷെ ചില ഇങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ, മാർക്കറ്റിന് വേണ്ടിയല്ലാതെ സ്വയം നിർണയിക്കാൻ വേണ്ടിയിട്ടുള്ള, സ്വയം വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ചില എഴുത്തിൻ്റെ എളിയ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ. ഞാൻ എഴുത്തുകാരനാവാൻ ഒട്ടും ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആളല്ല. അവസാനത്തെ സ്വപ്നമായിരുന്നു സത്യത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ശാസ്ത്രജ്ഞനാവാനൊക്കെയാണ് ആഗ്രഹം. പിന്നെ വളരെ ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ ഇങ്ങനെ റോക്കറ്റിലൊക്കെ പോകുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും കൈ പിടിച്ചിട്ട്, റോക്കറ്റാണ് ഈ സ്ക്രൂ ഡ്രൈവറിനെ ഞാൻ സ്വയം സങ്കല്പിക്കുക, എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെ കണ്ടിരുന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടറാവാനായി താല്പര്യം. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു സൂക്കട. എല്ലാ മുത്തശ്ശിമാരും അമ്മമ്മമാരും ഒക്കെ ഡോക്ടറാവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതിലൊരു സ്വാർത്ഥതയുണ്ട്. വയസ്സാം കാലത്ത് ഫീസ് ചെലവില്ലാതെ ചികിത്സ നടക്കാലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാനും ഡോക്ടറാവാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ എടുത്ത് കഠിനമായി പഠിച്ചു. എൻ്റെ സ്കൂളിൽ നല്ല മാർക്കൊക്കെ കിട്ടിയിട്ട് ഇതാവുന്ന സമയം. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3.5 വയസ്സിൽ അച്ഛൻ മരിച്ചിട്ട് പൊന്നാനിക്ക് വന്ന സമയം. അപ്പോൾ ആ കാലം എങ്ങനെയാണ് ആ എഴുത്തുകാരെ വിധിക്കുന്നത്? എൻ്റെ കാര്യമല്ല ഞാൻ പറയും, 50കളുടെ കാലത്താണ് അവിടെ ഉള്ളത്. എടശ്ശേരി ഗോവിന്ദാർ, രാമമേനോൻ വക്കീല് മുതലായിട്ടുള്ള അന്നത്തെ ഒരു സുവർണ കാലമുണ്ടോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം നവോത്ഥാന ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, സ്വാതന്ത്ര്യം കിട്ട് നെഹ്റു ഒന്നും മരിച്ചിട്ടില്ല, ഇപ്പോഴും ഇന്ത്യ നന്നാവുമെന്ന ഒരു ചിന്ത ബാക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂല്യത്തിൻ്റെ എടശ്ശേരി ഗോവിന്ദാരാണോ രാമമേനോൻ വക്കീലാണോ ഏറ്റവും വലിയ ഗാന്ധി എന്നുള്ളതിനെ സംശയം. രണ്ടാളും മൂല്യത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം വക്കീലും വസ്തുനും കൂടി മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു കാലമാണ്. പിന്നെ വല്യമ്മയുടെ വീട്ടിലൊക്കെ മൂപ്പര് വെറും വക്കീലും വസ്തുനായിട്ട് വരുമ്പോൾ കുട്ടിക്കാലത്തൊന്നും എനിക്കറിയില്ല മൂപ്പര് വലിയ കവിയാണ്. അപ്പം ഞാനും എൻ്റെ കസിനൊക്കെ കൂടി പത്തായത്തിൻ്റെ പിറകിലിരുന്നിട്ട്, അപ്പം ഈ കൗമാരാവുമ്പോൾ ചെറിയ തോണ്ടലും പിടിക്കലും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ നിശ്ചിതമായിട്ടൊരു നോട്ടം. ഈ മനുഷ്യൻ വരുന്ന എനിക്ക് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ ഇങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്നൊരു നോട്ടാണ് എടശ്ശേരിക്കുള്ളത്, മൂർച്ചയുള്ള നോട്ടങ്ങളാണ്. അങ്ങനെയുള്ള എടശ്ശേരി ഒരു ദിവസം വരുന്ന സമയത്ത് ഈ പുഷ്പോത്ത വല്യമ്മ, അതുവരെ മൂപ്പര് വരുന്നത് മീനാക്ഷിമയെ ചായ എടുക്കൂ, ഗോവിന്ദാര് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ വരിക. അന്ന് ഒരു ദിവസം എടശ്ശേരി ഇങ്ങോട്ട് വന്നപ്പോൾ വാദം പിടിച്ചിട്ടുള്ള അമ്മ ഇങ്ങോട്ട് നീട്ടിട്ട് പറഞ്ഞു, ഗോവിന്ദാര് നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പിടി എനിക്കൊക്കെ അവാർഡ് കിട്ടിയത് ചിത്രമാധവിയിൽ വന്നിട്ട് കണ്ടിട്ടാണ്. അപ്പൊ അന്ന് ആ മീനാക്ഷിമ്മ വിളിച്ച് ചെവിയിലെന്തോ കുശുകുശു. അപ്പോ മീനാക്ഷിമ്മ പോയിട്ട് സിംഗപ്പൂരിൽ നിന്നുള്ള ബന്ധക്കാർ വരുമ്പോൾ എടുക്കുന്ന നല്ല കപ്പും സോസുമായിട്ടാണ് എടശ്ശേരിക്ക് അന്ന് ചായ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എടശ്ശേരിയുടെ ആ ഒരു സാന്നിധ്യം ഒരു ധാർമ്മികമായൊരു സാന്നിധ്യമായിരുന്നു. രാമമേനോൻ വക്കീല്, പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്ന രാമമേനോൻ വക്കീല്. അങ്ങനെ ഞാൻ അച്ഛൻ മരിച്ചിട്ട് അവിടെ വന്നു പോകുന്നതോട് ഇവരെല്ലാം സ്നേഹ ലാളനകളോട് കൂടിയിട്ട് കുറച്ച്
വളരെ ജീവിതത്തെപ്പറ്റി നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ജീവിച്ചിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ പിന്നെ ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ളതോടുകൂടി പിന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് പോവുകയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സെൻറ്റ് ജോസഫ്സ് എന്നും പ്രൂഡൻസ് എന്നൊക്കെ വരുന്ന കുട്ടികളുണ്ട് അവിടെ, ഇംഗ്ലീഷ് മീഡിയക്കാരൻ. അപ്പം അതൊക്കെ ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അപ്പം അന്നും അധികം മലയാളം മീഡിയമാണ് ഏറ്റവും കൂടുതൽ, ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ സഹോദര്യമായിട്ട് മാറിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പം ഞങ്ങളുമായി പൊന്നാനിയിൽ മുഖത്തുനിന്നൊക്കെ വരുന്നവർക്കായിരിക്കും മാർക്ക് കൂടുതൽ. പക്ഷെ നമ്മൾ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് പറകൂട്ടിങ്ങനെ ഇരിക്കും. ഈ പ്രൂഡൻസുകാരും സെൻറ്റ് ജോസഫ്സുകാരൊക്കെയാണ് ലെക്ചർമാർക്ക് വലിയ ഇഷ്ടം. അവരിങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻഫീരിയോറിറ്റി, അപകർഷതാപം. പൊന്നാനി വലിയ രാജാവായിട്ട് വന്നിട്ട് ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനത്തെ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മരുമക്കളുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ശ്രീരാമകൃഷ്ണ വചനാമൃതം മുതലായിട്ടുള്ള പുസ്തകങ്ങൾ, ഇതൊന്നും ഈ അപകർഷതയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ആത്മീയത അപകർഷതയിൽ നിന്ന് മാറാനുള്ള നല്ലൊരെല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗം വിചാരിച്ചതിൻ്റെ അപകർഷതയില്ല. അങ്ങനെ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ 70കളുടെ കാലം ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തൊരു താടിക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ഈ തീവ്രവാദ കമ്മ്യൂണിസത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചിട്ട് വരും. അപ്പൊ അതും ഒരു ഭാഗത്ത് വായിക്കും, മറുഭാഗത്ത് ആത്മീയ ഗ്രന്ഥങ്ങളും. പൗരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു ഭാഗത്ത് വായിക്കും, മറുഭാഗത്ത്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ദഹിക്കുന്നില്ല. ഒരു 15-16 വയസ്സായിട്ടില്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് ആകെ കൺഫ്യൂഷനായി. ആത്മീയതയാണോ ശരി, ഭൗതികതയാണോ ശരി എന്നൊക്കെ വലിയ ഒടുക്കം ഇത് പിന്നെ ദൈവമുണ്ടോ ഇല്ല എന്നുള്ള വലിയ പ്രശ്നത്തിലേക്ക് മാറി. അപ്പം ഇങ്ങനെ ഗുരുതരമായൊരു പ്രശ്നം വന്ന സമയത്ത് പിന്നെ അതിൽ രണ്ടാമതൊന്ന് തീരുമാനമായിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ വിചാരിച്ചു. ദൈവമുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് മതി കുളിക്കലും പരിഹരിക്കലും പിന്നെ റെക്കോർഡ് എഴുതലും എന്നൊക്കെ. അപ്പം കാലം ഓർക്കണം, കേരളത്തിൽ ആദ്യത്തെ ബാച്ച് സൈക്കാട്രിസ്റ്റുകളെ വന്ന് കൂടിയുടെ സമയം കോഴിക്കോട്ട് എൻ വിജയൻ, തിരുവനന്തപുരത്ത് എസ് ശാന്തകുമാർ. അതുവരെയൊക്കെ ഭ്രാന്തമാരെ സാധാരണ MBBS. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിവിവരമൊക്കെ ഉള്ള എൻ്റെ അച്ഛൻ്റെ മരുമക്കൾ. അപ്പോൾ അവരും പറഞ്ഞു, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്മയുടെ ആൾക്കാർ പണിക്കരായിട്ടൊക്കെ പണിക്കരെ കാണിച്ചാൽ ഒരു ജാതകം വെച്ച് നോക്കുകയും മന്ത്രവാദിയുടെ കാണിക്കണം. ഇവര് വിവരമുള്ള ആൾക്കാരാണ്, ആധുനികത ആൾക്കാരാണ്, ആധുനിക വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. അവർ പറഞ്ഞു, അയ്യേ അങ്ങനെ പറ്റില്ല, ഇതെന്തോ മനോരോഗ ലക്ഷണമാണോ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് പിന്നെ എൻ വിജയൻ്റെ അടുത്ത്. അപ്പം എൻ വിജയൻ്റെ പൊറ്റമ്മനാണ് വീട്. അന്ന് പിന്നെ മലബാറിലുള്ള എല്ലാ ഭ്രാന്തന്മാരും ഇവിടെ എത്തുന്ന സമയമാണ്. കാരണം ആകെ ഒരു സൈക്കാട്രിസ്റ്റ് വരിക, പൂരപ്പറമ്പിലെ തിരക്കാം. പിന്നെ മൂപ്പര് പെട്ടെന്ന് വിളിച്ചു. അപ്പം എന്താ കുട്ടിക്ക് എന്താ പ്രശ്നം ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് കുറേ സംശയങ്ങളാണ്. പോയി പണി കഴിഞ്ഞു. സംശയം ഒരു പ്രധാന ലക്ഷണമാണ്. എനിക്ക് ദൈവമുണ്ടോ ഇല്ല എന്നാണ് സംശയം. വെട്ടി തുറന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അത് പ്രശ്നമില്ല, അത് വേഗം ഞാൻ മാറ്റിത്തരാം. മൂപ്പര് പെട്ടെന്നൊരു പിന്നെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് എസ്കസൈൻ, ലാർഗറ്റൈൻ, പാസിറ്റൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമായി. ഇതിങ്ങോട്ട് കഴിച്ചാൽ ശ്രീബുദ്ധന്റെ മാതിരി സർവ്വബോധോദയങ്ങളും എനിക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കഴിച്ചപ്പോൾ ഒരു ഗുണമില്ല. ഉറക്കം ഇങ്ങനെ തൂങ്ങുകയാണ്. ഉറക്കം തൂങ്ങി, പഠിക്കാൻ പറ്റുന്നില്ല. വീണ്ടും മരുന്ന് കഴിക്കുക. പിന്നെ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ മുമ്പ് പറഞ്ഞു മരുന്ന് മാറ്റിത്തരും പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പോരാ, അതിലും വലിയ ഡോക്ടറിൻ്റെ എസ് ശാന്തകുമാർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ മൂപ്പര് അവിടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ്, ഒരു 4 ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. ഇൻസുലിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി. ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി വെച്ചാൽ, അവിടെ വലിയൊരു നെടുമ്പരമാരിയുള്ള സ്ഥലത്ത് ഇങ്ങനെ 10:35 രാവിലെ 7:30 മണിക്ക് വലിയ സഞ്ചിയിൽ ഒരു 10-12 ഇഡ്ഡലി, അന്തർപ്പഴം പുളി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അവിടെ എല്ലാവരെയും കടത്തി കഴിഞ്ഞാൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തരും. ഇൻസുലിൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര മുഴുവൻ ഇല്ലാതെ നമ്മളൊരു കോമാ സ്റ്റേറ്റിലെത്തും. കോമ എന്ന് പറഞ്ഞാൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെ വെച്ച് ചില ഭ്രാന്തന്മാരെ ഭ്രാന്ത് മാറിപ്പോയിട്ടില്ലത്രേ. ഒരു അസംഷനാണ്, അതിൻ്റെ പേരിലാണ് ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലൂക്കോസ് തരും ഈ കോമാ സ്റ്റേറ്റിൽ കുറച്ച് കിടന്നു. അപ്പം ഇങ്ങോട്ട് ഈ ഭൂലോകത്തെ മുഴുവൻ പിടിച്ചു നിന്നുള്ള വിഷപ്പായിരിക്കും. അതാണ് ഈ 12 ഇഡ്ഡലി നന്തർപ്പഴക്കേട്ട് വരാനുള്ള പറഞ്ഞയാളുടെ കാരണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് തടിച്ച് വികൃതനായിട്ട് ഞാൻ മാറി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി, ഇത് കൂടുതൽ പോയാൽ പരിപാടി കൂട്ടിപ്പോകുമെന്ന് മനസ്സിലായിട്ട്. അപ്പം എനിക്ക് എന്താ വെച്ചാൽ ദൈവത്തിൽ നിന്ന് അന്ന് ദൈവത്തെ കൈകാര്യം ചെയ്യുന്ന പറ്റിയൊരു പാർട്ടി ഉണ്ടായിരുന്നു.
AT കൂവൂര്. ഒരു ദൈവം ഞാൻ കഴിച്ച് കിടക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് AT കൂവൂരിനെ കാണണം, അല്ലാതെ ഞാൻ ഈ മരുന്നും കഴിക്കില്ല. അങ്ങനെ ആദ്യമായിട്ട് സൈക്കാട്രിസ്റ്റ്, ഇതാണ് ഇപ്പം ഈ നിരാഹാരം കിടക്കാൻ എനിക്ക് മടിയില്ലാത്ത അന്ന് മുതൽക്ക് കടന്ന ശീലം. പിന്നെ മരുന്ന് കഴിക്കില്ല, AT കൂവൂരിനെ കാണാതെ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പറയൽ തുടങ്ങി. എനിക്ക് ഒരു സൂക്കടുമില്ല എന്ന് പറയും. അതാണ്, എനിക്കൊരു സൂക്കടുമില്ല, പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാൻ സുഖമില്ല. അപ്പം ഇതിലുള്ള വലിയ വിഷമം എന്ന് വെച്ചാൽ വേറെ ഏത് രോഗിക്കും എനിക്ക് സൂക്കടില്ല എന്ന് പറയാൻ അധികാരമുണ്ട്. പക്ഷേ മനോരോഗികൾ സൂക്കടില്ല എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ആദ്യത്തെ ലക്ഷണം. സൂക്കടുണ്ട്, എല്ലാ ഭ്രാന്തന്മാരും എനിക്ക് സൂക്കടില്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ചികിത്സ. അങ്ങനെയാണ് അവസാനം ഞാൻ പിന്നെ AT കൂവൂരിൽ നിർദ്ദേശപ്രകാരം PM മാത്യു വെല്ലൂരിൻ്റെ ചികിത്സയോടുകൂടി പറഞ്ഞ കൗമാരത്തിലുള്ള ചിന്താപരമായ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വായ്പിക്കലൂടെ ബിബ്ലിയോതെറാപ്പി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടിട്ടാണ്. ആ അനുഭവമാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത്. ഇതിപ്പോൾ എൻ്റെ ഒരു വിഷയമല്ല. സത്യത്തിൽ ശരിക്ക് ആധുനികത, മോഡേണിറ്റി, ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡേണിറ്റി നൽകിയ പരുക്കാണ്. അതാണ് ഞാൻ ഈ പോസ്റ്റ് കൊളോണിയൽ എഴുത്തുകാരനാവാൻ കാരണം. ആധുനികതയുടെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ബ്രാഞ്ചാണ് സൈക്കാട്രി എന്നുള്ളത്. അതിൻ്റെ ഇരയായിട്ട് മാറിയതാണ്. ആ സമയത്ത് ആൾക്കില്ലാത്ത ചികിത്സ കഴിഞ്ഞ ആ സമയത്താണ് ഫുട്ബോളിൻ്റെ മാഡ്നസ് ആൻഡ് സിവിലൈസേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ കാലത്താൽ വിധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കാലം ആധുനിക ശാസ്ത്രം കൊണ്ടും പുരോഗതി കൊണ്ടും ഭൂലോകത്ത് സ്വർഗം പണിയാം എന്ന് പ്രഖ്യാപിച്ച ആ ശാസ്ത്രത്തിന്റെ കാലമുണ്ടല്ലോ, അത് സ്വർഗമല്ല, നരകമാണ് ഭൂലോകത്ത് ഉണ്ടാക്കിയെന്ന് 2 ലോകമഹായുദ്ധങ്ങളോടും ഗ്രേറ്റ് ഡിപ്രഷനോടും കൂടി നാം മനസ്സിലാക്കുകയാണ്. ഇത് നേരിട്ട് ഈ ആധുനികമായ ശാസ്ത്രത്തിന്റെ, അതിന്റെ പ്രധാനമായിട്ടുള്ള സൈക്കാട്രിയുടെ പ്രഹരം കേട്ടിട്ടുള്ള ഒരാളാവുണ്ട് ഇതിനെ നിർണയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബൃഹത് ആഖ്യാനമുണ്ടല്ലോ, ഈ ശാസ്ത്രത്തിൻ്റെ, ശാസ്ത്രവാദത്തിൻ്റെതായിട്ടുള്ള ആഖ്യാനങ്ങളെ സംശയത്തോടുകൂടി നോക്കുന്ന ഒരു ഉത്തരാധുനികരായിട്ടുള്ള എഴുത്തുകാരൻ്റെ പിറവിയാണ് ഞാൻ. ഇതാണ് നമ്മളിപ്പോൾ എഴുത്ത ആ കാലം എങ്ങനെയാണ് ഒരാളെ വിധിക്കുന്നത്, കാലത്തെ എങ്ങനെയാണ് ഞാൻ വിധിക്കാൻ ശ്രമിക്കുന്നത്. സൂഫി പറഞ്ഞ കഥയിൽ നേരിൻ്റെയും യുക്തിയുടെയും ചതുരങ്ങളിൽ മനം മടുത്ത ഞങ്ങൾക്ക് ഒരു ജാറം പൊന്തിയതെറിഞ്ഞ് വളരെ സന്തോഷമായി. അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം, നാഷണൽ എനിമൽ അല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു. അവന് ഭാവനയുടെയും സങ്കല്പനങ്ങളുടെയും ലോകമുണ്ട്. അത് തന്നെ മൂർത്തമായ യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം യാന്ത്രികമായ ഭൗതികവാദത്തോടുകൂടി, ശാസ്ത്രീയമായ റാഷണലിസത്തോടുകൂടി തള്ളിക്കളയുന്ന എംപീരിയലിസ്റ്റിക്കായ മോഡേണിറ്റിയൊക്കെ എതിരായിട്ടുള്ള ഒരു കലഹത്തിൽ കൂടിയാണ് ഞാൻ എഴുത്തുകാരനായിരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് ഈ കാലം എന്താണ്, കാലം എന്താണ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ കാലത്തെ എങ്ങനെയാണ് നിങ്ങൾ പുനർനിർണയിക്കാൻ ശ്രമിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ മാർക്കറ്റല്ല സാഹിത്യത്തിൻ്റെയും കലയുടെയും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മനുഷ്യവംശം തന്നെ സാംസ്കാരികമായ സമ്മേളനങ്ങൾക്ക്, സാംസ്കാരികമായ ഉത്ഭുതതകൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലം. ഇന്ന് ഭൂലോകത്ത് ഈ കോവിഡിൻ്റെയും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും വെളിച്ചത്തിൽ ബ്രൂണോ ലാത്തൂരിനെ പോലെയുള്ള, ഹരാരിയെ പോലെയുള്ള, സിസക്കിനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ പറയുന്നത്, ഭൂലോകം മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് ഫൈനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെതായ മനസ്സുകളെയും വർഗങ്ങളെയും സ്വത്വങ്ങളെയും വിഭജിക്കുന്ന ഈ വഴിയിൽ നിന്ന് മാറി നടന്നില്ലെങ്കിൽ മനുഷ്യരാശി നശിക്കാൻ പോവുകയാണ്. ഓരോ സമ്മിറ്റുകളും നടക്കുന്നുണ്ടല്ലോ, എന്താണ് നമ്മളെ രാഷ്ട്ര നേതാക്കന്മാർ ചെയ്യുന്നത്? 195 രാഷ്ട്രങ്ങളുണ്ട്. ഇതിലൊരു രാഷ്ട്ര നേതാവിനും മനുഷ്യവംശം ചെയ്യുന്നതിനെ പറ്റി യാതൊരു ഉത്കണ്ഠയുമില്ല. കാർബൺ എമിഷനൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ 30 കൊല്ലം പോയിട്ടുണ്ടെങ്കിൽ 1/3 ഭാഗം ഭൂലോകം വെള്ളത്തിൽ മുങ്ങി. അസഹ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ. ഇതൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ്? കാരണം ഈ ഭരണാധികാരികളുടെ ഈ ലിബറൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അവസാനത്തെ പിന്നെ യാതൊരു ഇതുമില്ല, ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ വ്യവസ്ഥിതി ഉണ്ടല്ലോ, ഈ വ്യവസ്ഥിതിക്കകത്ത് എല്ലാ ഭരണകൂടങ്ങളും ക്യാപിറ്റലിസത്തിന്റെ കൂട്ടിക്കൊടുക്കുകാരാവുകൊണ്ട് അവർക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുന്നില്ല, കമ്പനികളെ പിന്നെ പിണക്കാൻ പറ്റുന്നില്ല, അവരുടെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്.
കോവിഡ് വന്ന സമയത്ത് കണ്ടില്ലേ, ട്രംപിനെ പോലെ പിന്നെ ബോറിസ് ജോൺസനെ പോലെയുള്ള വലിയ നമ്മുടെ ആശാനും അങ്ങനെയൊക്കെയാണല്ലോ കാണിച്ചു കൂട്ടിയത്. പിന്നെ ഇവിടെ അങ്ങനെ ജനങ്ങളെ, പ്രജകളെ യാതൊരു പരിഗണനയുമില്ലാതെ സ്വന്തം നിക്ഷിപ്ത താല്പര്യത്തിൽ ഭരിച്ചു ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സാഹിത്യത്തിൽ കൂടിയും കലയിൽ കൂടിയും വീണ്ടെടുക്കുക? പണ്ട് നമ്മൾ പറയാറുണ്ട്, സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ ചോദ്യം ചോദിക്കാനാണ് ശ്രമം. ഇന്ന് ചോദ്യങ്ങളൊക്കെ നിർത്തി നിങ്ങൾ ഉത്തരം പറയാൻ അർഹരാണോ എന്നുള്ളതാണ് പ്രശ്നം. ഉത്തരം പറയാൻ തയ്യാറാണോ? ഈ ശാസ്ത്രത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്ഫോടനം, ഈ ശാസ്ത്രത്തെയും വിജ്ഞാനത്തെയും എല്ലാം തന്നെ ഈ പിന്നെ മൂലധന താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ മനുഷ്യവംശം തന്നെ മുടിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നരകമായിട്ട് ചൊറി പിടിച്ചിട്ടും അലർജി പിടിച്ചിട്ടും മഹാമാരികൾ വന്നിട്ടും ഉള്ളൊരു ലോകത്തെയാണോ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന്. ഇനി ഈ കോവിഡിന് ശേഷം പിന്നെ UN സെക്രട്ടറി ജനറൽ പറയുമെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള ഒരു വൈറസ് വന്നപ്പോൾ വരാനുള്ള ഇതുണ്ട് എന്ന്. ഡ്രസ് റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂനോട്ടിക് ആയിട്ടുള്ള വൈറസുകളാണ്, മൃഗജന്യമായിട്ടുള്ളതാണ്. പരിസ്ഥിതിയെ, മൃഗങ്ങളെ, മറ്റ് ജീവജാലങ്ങളെ ഇരിക്കപ്പുറത്തിയും നിക്കപ്പുറത്തിയില്ലാതെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ്. പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്ന് ഗുരു പറഞ്ഞത് വെറുതെ അല്ല. പീഡ ഉറുമ്പിന് വരുത്തിയ വിവരം അറിയുന്ന ആ വിവരമാണ് നമ്മൾ കോവിഡായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം അഭേദമായി കാണുന്ന, എല്ലാറ്റിനും സർവ്വഭൂതഗണങ്ങൾക്കും സൗഖ്യം വരുത്തിയാൽ മാത്രമേ മാനവരാശിക്ക് ഭൂലോകത്ത് ജീവിക്കാൻ പറ്റുന്നതാണ് വൺ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ. വൺ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരന് മാത്രം ഹെൽത്ത് അല്ല, ഭൂലോകത്തിലുള്ള മനുഷ്യരുടെ ഹെൽത്ത് മാത്രമല്ല, സർവ്വജീവജാലങ്ങളിലെയും ആരോഗ്യ സുരക്ഷ വരുത്തിയാലേ ഇനി ഭൂലോകത്തിൽ മനുഷ്യവംശം നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രത്തിന്റെ വെളിച്ചങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ സാമ്പത്തിക ക്രമം നമ്മളെ ഐക്യത്തോടു കൂടി നിർത്തേണ്ട സമയത്ത് വിഭജിച്ച് കുലം മുടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹിത്യം, നമ്മുടെ സാഹിത്യം അത് അഡ്രസ് ചെയ്യാൻ നോക്കണം ആയിട്ടില്ല. ഈ പ്രകൃതിയുടെ ഇതിലേക്ക് നമ്മൾ ഉണരേണ്ടതായിരിക്കും. കുറച്ച് ബുദ്ധിജീവികൾ അവിടെ ഇരുന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഹൃദയകവാടങ്ങളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇനി എഴുതുന്ന ആൾക്കാർക്ക് ഈ കുലം മുടിയാൻ പോകുന്ന ദുരന്തത്തെ പറ്റി നാം ആ ജാഗ്രത വളർത്താനുള്ള ഒരു പുതിയ സാഹിത്യം, കോവിഡ് അനന്തരമായിട്ടുള്ള ഒരു സാഹിത്യം, ഈ കോർപ്പറേറ്റ് ലിറ്ററേച്ചറിസത്തിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു മാനുഷികതയുടെയായിട്ടുള്ള ഒരു കലയും സാഹിത്യവും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടി പറയുന്നില്ല, എനിക്കൊരു 25 മിനിറ്റാണ് അനുവദിച്ച് തന്നിട്ടുള്ളത്. ആ സമയം പൂർത്തീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.